ജീവനുകൾക്ക് വില പറയേണ്ടി വരും. ഈ വയ്യാത്ത മക്കളാണ്, ഇവരുടെ അപ്പം കടലിലല്ലേ കിടക്കുന്നത്, അതുപോലെ അവർ ഈ മഴയത്തിരിക്കും. അവർ ഉത്തരം ആ കൊച്ചു ചോദിക്കുന്ന അപ്പൻ എവിടെയെന്ന് അവർ ഉത്തരം പറയട്ടെ. അവരാരും ഇതുവരെയ്ക്ക് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അവരിവിടെ വരട്ടെ. അവരിവിടെ ഞങ്ങൾക്ക് തീരുമാനം കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഒരു കാരണവശാലും പ്രതിഷേധത്തിൽ പിന്തിരിഞ്ഞു പോവില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും കാണാതായ ഷിജിനെ കണ്ടെത്തുന്നവരെ ശക്തമായ പ്രതിഷേധവുമായി ഇവിടെ റോട്ടിൽ കോസ്റ്റൽ പോലീസ് ഓഫീസിന് മുമ്പിലെ ഉള്ള ഈ റോട്ടിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സൈഫു ഇവർ വ്യക്തമാക്കുന്നത്. യെസ്, തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വിവരണാതീതമായ വേദനയുടെ നിമിഷങ്ങൾ കൂടിയാണ്. 8 ദിവസമായി ഷിജിൻ കടലിൽ പോയിട്ട് ഇതുവരെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം. കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥയുണ്ടായി. സർക്കാർ പ്രതിനിധികൾ ആരും തിരിഞ്ഞു നോക്കിയില്ല, കലക്ടർ എത്തിയില്ല, മന്ത്രി എത്തിയില്ല എന്നൊക്കെ അവർ പറയുന്നു. അമ്മയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും കരയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, കണ്ണുനീർ വറ്റിപ്പോയ അവസ്ഥയിലാണുള്ളത്. അല്ലാത്ത വേദനയുടെ നിമിഷങ്ങളാണ്. എന്തായാലും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്തായിരിക്കും ഇനി ആ കുടുംബത്തിൻ്റെ തുടർ നീക്കങ്ങൾ എന്നത് കൂടിയാണ് ഇനി കാത്തിരിക്കുന്ന കാണേണ്ടത്. രജീഷ് നരുക്കുനി തുടരുന്നുണ്ട്. രജീഷ്, എത്ര നേരം ഈ മഴയത്ത് അവരിങ്ങനെ കുത്തിയിരിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ആ കുഞ്ഞിന് വാൽവിന് അസുഖമുള്ള കുഞ്ഞാണ്, മഴ കൊണ്ടാൽ അതിന് പ്രശ്നമാകുമെന്നൊക്കെ അമ്മ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഈ കുത്തിയിരിപ്പ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ തന്നെയെങ്കിലും കലക്ടറുടെ ഭാഗത്ത് നടക്കമുള്ള ഒരു ഇടപെടൽ വേഗത്തിൽ ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു ശ്രമങ്ങളും ഇല്ല എന്നതാണ് നമ്മളൊക്കെ സങ്കടപ്പെടുന്ന കാര്യം. ഇവർ പ്രതിഷേധിക്കുന്നു, കോസ്റ്റൽ ഫോഴ്സ് തൊട്ടപ്പുറത്ത് ഈ സമരക്കാരെ നോക്കി നിൽക്കുന്നു എന്നല്ലാതെ ഈ ഇടപെടാനോ അല്ലെങ്കിൽ മറ്റു ഒരു ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അധികാരിയുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കുറച്ചു സമയം മുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഇവരുടെ വീടുകൾ സന്ദർശിച്ചത്. ഷിജിന്റെ വീടും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഈ കൂട്ടത്തിൽ കാണാതാകുകയും പിന്നീട് മൃതദേഹം കണ്ടെത്തിയ ഫ്രീമോന്റെ അടക്കമുള്ള വീടുകൾ കഴിഞ്ഞ അല്പസമയം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ചു മടങ്ങി. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കുടുംബം തന്നെ രംഗത്ത് വന്നത്. കാരണം നമുക്കറിയാം, 8 ദിവസമായി ഒരാളെ കടലിൽ കാണാതായിട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും കല്ലിനിടയിൽ വല്ലതും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നറിയാൻ ക്യാമറ അടക്കമുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നടത്തണമെന്ന വലിയൊരു ആവശ്യം കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം നേവിയും ഒപ്പം തന്നെ കോസ്റ്റൽ ഗാർഡും ഒക്കെ പരിശോധന നടത്തിയെങ്കിലും കാര്യമായൊന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്, ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടലിനടിയിലടക്കമുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.